ബീറ്റിൽ ജ്യൂസ് 2-ൽ ലിഡിയ ഡീറ്റ്സ് ഒരു വലിയ, ഭയപ്പെടുത്തുന്ന മാളികയ്ക്കുള്ളിൽ ഒരു ലൈവ് സ്റ്റേജ് ഷോയുടെ നടുവിൽ നിന്ന് ഒരു ആമുഖ പ്രസംഗം നടത്തിയാണ് കഥ ആരംഭിക്കുന്നത്. ഒരു മാനസിക മാധ്യമമായി സ്വയം അവതരിപ്പിച്ചുകൊണ്ട് അവൾ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും തമ്മിലുള്ള സമാധാനപരമായ സഹവർത്തിത്വം അന്വേഷിക്കാൻ നിർദ്ദേശിക്കുന്നു. വസതിക്കുള്ളിൽ വിശിഷ്ടാതിഥികളായ ഇഎംഡിയും ജൂഡിത്തും തങ്ങളുടെ അസ്വസ്ഥജനകമായ അതീന്ദ്രിയാനുഭവങ്ങൾ വിവരിച്ചു. എന്നിരുന്നാലും ലിഡിയുടെ പെട്ടെന്നുള്ള രോഗം മൂലം പ്രകടനം പെട്ടെന്ന് വെട്ടിച്ചുരുക്കി. വ്യക്തമായി അസ്വസ്ഥയായ അവൾ ശുചിമുറിയിലേക്ക് പോകുന്നു. ആകുലതയോടെ കാമുകൻ റോറി അവളുടെ പിന്നാലെ നടന്ന് സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നു. ലിഡിയ അയാളുടെ ആശങ്കകളെ അവഗണിക്കുന്നു, കാരണം അയാൾക്ക് ഒരു മോശം ദിവസമായിരുന്നു എന്നും 2 ഷോകളിൽ അഭിനയിച്ചതിന്റെ ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഇങ്ങനെ തോന്നുന്നത് എന്നും അവൾ പറയുന്നു. അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് റോറി അവളുടെ മരുന്ന് പിടിച്ചെടുത്തു. അത് ആവശ്യമില്ലെന്ന് ശലിച്ചു. പക്ഷേ അവളുടെ നില വഷളായപ്പോൾ അയാൾ ഭ്രാന്തമായി ചവറ്റുകുട്ടയിൽ നിന്ന് ഗുളികകൾ എടുത്ത് തിരിച്ചെത്തിച്ചു. തുടർന്ന് ലിഡിയുടെ രണ്ടാനമ്മയായ ദിലിയ സഹായം അഭ്യർത്ഥിച്ച് അവളെ വിളിക്കുന്നു. ഇവിടെയാണ് നമ്മൾ ആ ദുഃഖകരമായ വാർത്ത അറിയുന്നത്. ലിഡിയുടെ അച്ഛൻ മരിച്ചുപോയി. ഒരു ആനിമേഷനിൽ അവതരിപ്പിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് സംഭവങ്ങൾ വെളിപ്പെടുത്തുന്നു. വിമാന അപകടത്തിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടു, എന്നാൽ പിന്നീട് സ്രാവ് കടിച്ച് ദാരുണമായി കൊല്ലപ്പെട്ടു. ലിഡിയും ഡേയും ടോർക്ക് ദുഃഖകരമായ വാർത്ത എങ്ങനെ എത്തിക്കാമെന്ന് ആലോചിക്കുന്നു. നഗരത്തിന്റെ അടിത്തട്ടിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു വൃദ്ധനായ തൂപ്പുകാരനിൽ നിന്ന് ഉപദേശം തേടി. തന്റെ വിരസമായ ജീവിതത്തിൽ വ്യക്തമായി മടുത്ത ആ വൃദ്ധൻ വിശ്രമിക്കാനായി ഒന്നു നിർത്തുമ്പോൾ മടിയോടെ ഒരു വാതിൽ ചൂണ്ടിക്കാണിക്കുന്നു. തന്റെ മടുപ്പിൽ മുഴുകി അയാൾ മാരകമായ ഒരു തെറ്റ് ചെയ്യുന്നു. വൈദ്യുതാഘാതമേറ്റ് ഒടുവിൽ മരണപ്പെടുന്നു. തുടർന്ന് ഡോളറസ് നാടകീയമായി എത്തുകയും ശാരീരികമായി സ്വയം പുനഃസൃഷ്ടിക്കുകയും ചെയ്യുന്നു. ദുണ്ടുകളാക്കപ്പെട്ട് വിവിധ പാത്രങ്ങളിലായി ചിതറിക്കിടക്കുകയാണെങ്കിലും അവൾ സൂക്ഷ്മതയോടെ സ്വയം തുന്നിച്ചേർത്ത് തന്റേതായ ഗാംഭീര്യവും ഭയങ്കരവുമായ ഡോളറസ് ബീറ്റിൽ ജ്യൂസിനെ തേടുന്നു. നമ്മൾ കണ്ടുമുട്ടിയ പ്രായമായനെ ചോദ്യം ചെയ്യുന്നു. അവൾ തേടുന്ന വിവരങ്ങൾ നൽകാതിരിക്കുമ്പോൾ അവൾ അവന്റെ ജീവശക്തി ഊറ്റിയെടുത്ത് അവനെ ശൂന്യമായ ഒരു തൊലിയാക്കി മാറ്റുന്നു. ലിഡിയ അവരുടെ മുത്തച്ഛന്റെ മരണത്തെക്കുറിച്ച് ആസ്ത്രയെ ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു. അതേസമയം ആസ്ട്രഡിനെ അവളുടെ സ്കൂൾ സമയത്ത് ഞങ്ങൾ കണ്ടുമുട്ടുന്നു. അതുകൊണ്ട് ലിഡിയും ദിലിയും നേരിട്ട് സ്കൂളിൽ പോയി ഈ വിവരം അറിയിക്കണം. യാത്രയ്ക്കിടെ ചാൾസിന്റെ ശരീരം വിന്റർ റിവറിലേക്ക് കൊണ്ടുപോകുന്നതായി അവർ വെളിപ്പെടുത്തുന്നു. ഇനി നമുക്ക് ബീറ്റിൽ ജ്യൂസിലേക്കും അദ്ദേഹത്തിന്റെ വിചിത്രമായ കൂട്ടായ്മയിലേക്കും നമ്മുടെ ശ്രദ്ധ മാറ്റാം. അവർ നദിയിലെത്തിക്കഴിഞ്ഞാൽ ദിലിയ തന്റെ മുത്തച്ഛൻ മരിച്ച വിവരം കായലിയെ അറിയിക്കുകയും ഈ വിഷമഘട്ടത്തിൽ അമ്മയോട് കുറച്ചെങ്കിലും ദയ കാണിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ താള് നിസ്സംഗതയോടെ ലിഡിയോട് സംസാരിക്കുന്നു. അദ്ദേഹം ബീറ്റിൽ ജ്യൂസിനെ അറിയിക്കുന്നത് അവനെ പിന്തുടർന്ന സ്വയം പുനർനിർമ്മിച്ച സ്ത്രീയെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിൽ അവന്റെ പേര് ഉയർന്നുവന്നിട്ടുണ്ട് എന്നാണ്. വോൾഫ് ജാക്സൺ കുപ്രസിദ്ധ നടനും അധോലോക ഗുണ്ടയുമായി രഹസ്യ ജീവിതം നയിക്കുന്നയാളുമാണ്. അയാൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ജാക്സൺ ബീറ്റിൽ ജ്യൂസിന് മുന്നറിയിപ്പ് നൽകുന്നു. ആ സ്ത്രീ പ്രതികാരവാഞ്ചയുള്ള ആത്മാവിനെ ഊറ്റിക്കുടിക്കുന്ന ഒരു ദുഷ്ടശക്തിയാണെന്ന് വിശദീകരിക്കുന്നു. അയാൾ ബീറ്റിൽ ജ്യൂസിനോട് ശ്രദ്ധയോടെ പെരുമാറാനും ഒതുങ്ങിക്കൂടാനും മുന്നറിയിപ്പ് നൽകുന്നു. അവന്റെ വിധിയിൽ നിന്ന് രക്ഷയില്ലെന്ന് നിർബന്ധം പിടിക്കുന്നു. എന്നാൽ ബീറ്റിൽ ജ്യൂസ് പതിവുപോലെ ആ ഉപദേശം പൂർണ്ണമായി അവഗണിക്കുന്നു. കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമിടയിൽ ദുഃഖം തളംകെട്ടി നിൽക്കുന്നു. ചാൾസിന്റെ അനുസ്മരണ ചടങ്ങിൽ ലിഡിയ ഡേയുടെ ദുരിതമയമായ കുടുംബത്തെ കഥ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ചടങ്ങിനുശേഷം കാറ് അമ്മയോട് തനിക്ക് ചിലപ്പോഴൊക്കെ ജീവിതത്തേക്കാൾ മരണം നല്ലൊരു മാറ്റമായി തോന്നാറുണ്ടെന്ന് തുറന്നു പറയുന്നു. അച്ഛൻ മരിച്ചതിനുശേഷം താൻ ഒരു ശവസംസ്കാര ചടങ്ങിലും പങ്കെടുത്തിട്ടില്ലെന്ന് അവർ കൂട്ടിച്ചേർക്കുന്നു. ആകുലയായ ലിഡിയ ആസ്ട്രിഡിനോട് ഒരു തെറാപ്പിസ്റ്റിനെ സമീപിക്കാൻ നിർദ്ദേശിക്കുന്നു. ഇത് ആസ്ട്രിഡിന്റെ രോഷം ജ്വലിപ്പിക്കുന്നു, കാരണം ലിഡിയ എപ്പോഴും ആസ്ട്രിഡിന്റെ അച്ഛനെക്കുറിച്ചുള്ള ചർച്ച ഒഴിവാക്കുകയാണെന്ന് അവൾ കുറ്റപ്പെടുത്തുന്നു. ശാന്തമായ സംയമനത്തോടെ ലിഡിയ തന്റെ പിതാവിനോടുള്ള ആഴമായ സ്നേഹം പ്രകടിപ്പിക്കുന്നു. ദുരന്ത സംഭവത്തിന് വളരെ മുമ്പുതന്നെ അവരുടെ ബന്ധം ശിഥിലമായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നു. ചോത്ത ഉള്ള വ്യക്തികൾ മനസ്സിലാക്കേണ്ട പ്രധാന വിവരങ്ങൾ. അതേസമയം പാതാളത്തിൽ ശിരസില്ലാത്ത ചാൾസ് വെയിറ്റിംഗ് റൂം തേടി പ്രത്യക്ഷപ്പെടുന്നു. എങ്കിലും ആത്മാവിനെ ഊറ്റിക്കുടിക്കുന്നവൻ പോയ ഉടൻ തന്നെ തിരിച്ചെത്തി. സ്വീകരണസ്ഥലത്തിലെ ജീവനക്കാരിയുടെ ജീവശക്തി ഊറ്റിയെടുത്ത് പാതാളത്തിലേക്ക് മടങ്ങാൻ ഒരു പുതിയ രൂപം സ്വീകരിക്കുന്നു. ബീറ്റിൽ ജ്യൂസ് വീണ്ടും വുൾഫ് ജാക്സനെ കണ്ടുമുട്ടുന്നു. ജാക്സൺ ഡോലോറസിന്റെ ചിത്രം അവനെ കാണിച്ചിട്ട് അവൾ ആരാണെന്ന് അവനറിയാമോ എന്ന് ചോദിക്കുന്നു. വിഷയം ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ട് ബീറ്റിൽ ജ്യൂസ് വിവരമില്ലാത്ത ഭാവം നടിക്കുന്നു. പക്ഷേ സത്യം ഉടൻ തന്നെ പുറത്തുവരുന്നു. ഡോലോറസ് അവന്റെ മുൻ ഭാര്യയാണ്. ഒരു ഇരുണ്ടതും ഭയാനകവുമായ സായാഹ്നത്തിൽ അവരുടെ വഴികൾ കൂട്ടിമുട്ടി. അവളുടെ നോട്ടത്തിൽ അവൻ തൽക്ഷണം ആകർഷിക്കപ്പെട്ടു. ഇറ്റലിയിലേക്കുള്ള ഒരു ഫ്ലാഷ് ബാക്കിനിടെ ബീറ്റിൽ ജ്യൂസ് മരണമടഞ്ഞവരുടെ ഇടയിൽ താൻ ശിക്ഷിക്കപ്പെട്ടതിന്റെ കഥ ഡോളറസിനോട് പറയുന്നു. അവർ ഒരു പരമ്പരാഗത ചടങ്ങിൽ വിവാഹിതരായി. എന്നാൽ ബീറ്റിൽ ജ്യൂ അറിയാതെ അവന്റെ മനോഹരിയായ വധു ഒരു മാരകമായ ദുർമന്ത്രവാദ സംഘത്തിന്റെ തലവനായിരുന്നു. ഒരു ചിലന്തി അതിസൂക്ഷ്മതയോടെ വല നെയ്യുന്നതുപോലെ ഡൊളോറസ് അവനെ കുടുക്കിയിരുന്നു. അവളുടെ ഉദ്ദേശ്യങ്ങൾ ദുഷ്ടമായിരുന്നു. അമരത്വം നേടാൻ അവൾക്ക് 2 പ്രധാന ഘടകങ്ങൾ ആവശ്യമായിരുന്നു: അവന്റെ ജീവശക്തിയും അവന്റെ സത്തയും. ബീറ്റിൽ ജ്യൂസിന്റെ സമ്മതിച്ച വിചിത്ര സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നിട്ടും അയാൾക്ക് അതിരുകൾ ഉണ്ടായിരുന്നു. അത് ആത്യന്തികമായി അവരുടെ വേർപിരിയലിന് കാരണമായി. എങ്കിലും ഇത് ലിഡിയെക്കുറിച്ചുള്ള കാര്യമാണെന്നും തനിക്കുള്ളതല്ലെന്നും അവർ വ്യക്തമാക്കുന്നു. ചാൾസിന്റെ ശവസംസ്കാര ചടങ്ങിൽ റോറി ആസ്ത്രതുമായി രമ്യതയിലെത്താൻ ശ്രമിക്കുന്നു. പക്ഷേ അവൾ അയാളുടെ ശ്രമങ്ങളെ നിരസിക്കുന്നു. അയാളോടൊപ്പം തുടരുന്ന അമ്മയുടെ നിഷ്കളങ്കതയെ അവൾ വിമർശിക്കുകയും അയാൾ അമ്മയെ ചൂഷണം ചെയ്യുകയാണെന്ന് പറയുകയും ചെയ്യുന്നു. വിന്റർ റിവറിൽ ചാൾസിന്റെ മരണശേഷം പ്രേതഭവനം ഒരു വിഷാദപരമായ അന്തരീക്ഷം സ്വീകരിക്കുന്നു. അത് ഏതാണ്ട് അവനെപ്പോലെ ജീവനില്ലാത്തതായി തോന്നുന്നു. തന്റെ പ്രസംഗത്തിൽ ചാൾസിന്റെ ജീവിതത്തെ സ്വീകരിക്കാനും തന്റെ ഇഷ്ടങ്ങളെ പിന്തുടരാനുമുള്ള അടങ്ങാത്ത ആഗ്രഹത്തെക്കുറിച്ച് റോറി ഓർത്തെടുത്തു. നിരവധി ആളുകൾ
ഇപ്പോൾ ഈ ഐതിഹാസിക എസ്റ്റേറ്റ് സ്വന്തമാക്കാൻ താൽപ്പര്യപ്പെടുന്നു. ക്ഷണനേരം കൊണ്ട് പ്രചോദിതനായി അവൻ ലാ തഖറ്റോയിഡിയോട് ഒരു ഹാലോവീൻ വിവാഹം നിർദ്ദേശിക്കുന്നു. വെറും 2 ദിവസത്തിനുള്ളിൽ നടത്താമെന്നും പറയുന്നു. റോറി തന്റെ ഭാവി അവളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. ലിഡിയയുടെ മനസ്സ് ചാഞ്ചാടുമ്പോൾ സർവ്വവ്യാപിയായ ദുഃഖത്തിനിടയിൽ അവരുടെ പ്രണയവും ജീവനില്ലാത്തതായി തോന്നുന്നു എന്ന് അയാൾ നിരീക്ഷിക്കുന്നു. ദീർഘമായ ആലോചനകൾക്ക് ശേഷം ലിഡിയ അവനെ ചുംബിക്കുന്നു. റോറി ഇതിനെ സമ്മതമായി തെറ്റിദ്ധരിക്കുന്നു. ഇത് കുടുംബാംഗങ്ങൾ ആഘോഷിക്കുമ്പോൾ വിഷാദത്തിലാണ്ട ആസ്ത്രിത് ദേഷ്യത്തോടെ സൈക്കിളിൽ അവിടെ നിന്ന് പോകുന്നു. ശ്രദ്ധ വ്യതിചലിച്ചും വർദ്ധിച്ചുവരുന്ന നിരാശയാലും വലയം ചെയ്യപ്പെട്ട അസ്ത് ഒരു ട്രാഫിക് ജാം ഉണ്ടാക്കുകയും ഒരു കൂട്ടിയിടി കഷ്ടിച്ച് ഒഴിവാക്കുകയും ഒടുവിൽ ഒരു അയൽക്കാരന്റെ വേലിയിൽ ഇടിച്ചു കയറുകയും ചെയ്തു. ജെറമി എന്ന ചെറുപ്പക്കാരൻ അവളെ എഴുന്നേൽക്കാൻ സഹായിക്കുകയും വിന്റർ റിവറിൽ അവളുടെ സാന്നിധ്യത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നു. ചാൾസിനുള്ള പിന്തുണ ഗാർഡ് പ്രഖ്യാപിച്ചു. തുടർന്ന് സ്വന്തം പിതാവിനെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് കടന്നു. അദ്ദേഹം ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരനായിരുന്നുവെന്നും അമ്മയുടെ ജീവിതകാലം മുഴുവൻ ജീവിച്ച ബ്രസീലിലേക്ക് താമസം മാറാൻ തീരുമാനിച്ചതിനുശേഷം അമ്മയെ ഉപേക്ഷിച്ചുപോയെന്നും അവർ വ്യക്തമാക്കുന്നു. അവസാനം അവളുടെ അമ്മ ലിഡിയ ഡീറ്റ്സ് ആണെന്ന് അവൾ വെളിപ്പെടുത്തുന്നു. ഇത് കുടുംബ കലഹത്തെയും പഴയ ആഘാതങ്ങളുടെ നിലനിൽക്കുന്ന സ്വാധീനത്തെയും സാധൂകരിക്കുന്നു. ഈറി എന്ന പ്രേതനഗരത്തിന്റെ ഭീതിതമായ ആഴങ്ങളിൽ മരണാനന്തര ജീവിത ഏജന്റായ വുൾഫ് ജാക്സൺ ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് കേട്ട് അസ്വസ്ഥനാകുന്നു. ഡോളറസ് തന്റെ പ്രതികാരം അഴിച്ചുവിട്ട് ബീത്തിൽ ജൂതന്മാരെ കണ്ടെത്താനുള്ള യാത്രയിൽ മുന്നോട്ട് കുതിക്കുന്നു. അവൾ വർദ്ധിപ്പിച്ച കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിനു മുൻപ് ബീറ്റിൽ ജ്യൂസിനെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. എപ്പോഴും അവസരം മുതലെടുക്കുന്ന ബീറ്റിൽ ജ്യൂസ് ചാൾസിന്റെ മരണത്തെക്കുറിച്ചുള്ള ലേഖനത്തിൽ ലിഡിയ ഡീറ്റ്സിന്റെ പേര് കണ്ടതായി പത്രം സ്കാൻ ചെയ്ത് കണ്ടെത്തുന്നു. ജീവിതത്തിന്റെ മണ്ഡലവുമായി വീണ്ടും ബന്ധം സ്ഥാപിക്കാൻ ലഭിച്ച സുവർണാവസരമായി ദുരന്തത്തെ അയാൾ തൽക്ഷണം ഉപയോഗിക്കുന്നു. ആദം ടോയോട് സംഭരണത്തിനായി കുറച്ച് പെട്ടികൾ മുകളിലത്തെ നിലയിൽ വയ്ക്കാൻ നിർദ്ദേശം നൽകി. അവളുടെ പര്യവേക്ഷണത്തിനിടയിൽ അവൾ വിന്റർ നദിയുടെ ഒരു ചെറിയ പതിപ്പ് കണ്ടെത്തുന്നു. അനുരൂപണത്തിനുള്ളിൽ ബീറ്റിൽ ജ്യൂസുമായി സംവദിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഒരു വിചിത്രമായ പരസ്യം അവൾ കാണുന്നു. അടുത്തു പരിശോധിച്ചപ്പോൾ അവൾ റിച്ചാർഡ് എന്ന് അടയാളപ്പെടുത്തിയ ഒരു പെട്ടി കണ്ടെത്തുകയും അതിൽ മാതാപിതാക്കളുടെ മങ്ങിയ ഫോട്ടോകൾ ഒളിപ്പിച്ചുവെച്ചതായി കാണുകയും ചെയ്തു. കൃത്യം ആ നിമിഷം ലിഡിയ മുകളിലത്തെ നിലയിൽ പ്രവേശിച്ചു. അമ്മയും മകളും ഒരുമിച്ചിരുന്ന ഫോട്ടോകൾ കാണുമ്പോൾ അവരുടെ കണ്ണുകളിൽ ഗൃഹാതുരത്വവും വേദനയും ഇടകലർന്ന ഒരു വികാരം മിന്നിമറിഞ്ഞു. എങ്കിലും ബീറ്റിൽ ജ്യൂസ് പരസ്യം ശ്രദ്ധയിൽപ്പെട്ടതും ലിഡിയയുടെ മുഖം മാറുന്നു. കൂടുന്ന പരിഭ്രാന്തിയോടെ ബീറ്റിൽ ജ്യൂസിന്റെ പേര് 3 തവണ ഉച്ചരിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും മച്ചിലേക്ക് അവളുടെ മടങ്ങിപ്പോക്ക് കർശനമായി വിലക്കുന്നു എന്നും അവൾ ആശ്രക്ക് മുന്നറിയിപ്പ് നൽകുന്നു. സംഭവത്തെ തുടർന്ന് ലിഡിയ ഡിലിയുടെ സാമീപ്യത്തിൽ ആശ്വാസം കണ്ടെത്തുന്നു. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറുമായുള്ള ഗാർഡ് സംഘർഷങ്ങളെ തരണം ചെയ്യുന്നത് തന്റെ വളർത്തമ്മയുമായുള്ള പഴയകാല വഴക്കുകളെ ഓർമ്മിപ്പിക്കുന്നു എന്ന് അവൾ പറയുന്നു. മുമ്പത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും ഗാർഡ് കണ്ടെത്തിയ അസ്വസ്ഥജനകമായ ബീറ്റിൽ ജ്യൂസ് പരസ്യം ലിഡിയ ഓർക്കുന്നു. താൻ ബീറ്റിൽ ജ്യൂസിനെ വീണ്ടും കാണാൻ തുടങ്ങിയിട്ടില്ലെന്ന് അവൾ സമ്മതിക്കുന്നു. നിരാശയും ഒരു ആശ്വാസമാർഗം തേടിയും ഗാർഡ് ജെറമിയുടെ മുറിയിലേക്ക് പോകുന്നു. അവൾ ഈയിടെ പരിചയപ്പെട്ട ഒരു ആൺകുട്ടിയാണ് ജെറമി. ജെറമി തന്റെ റെക്കോർഡുകളുടെയും പുസ്തകങ്ങളുടെയും ശേഖരം അവളുമായി പങ്കുവയ്ക്കുന്നു. ഇത് അവരുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് ആഴത്തിലുള്ള സംഭാഷണത്തിന് തുടക്കമിടുന്നു. ജെറമി തന്റെ കുടുംബപരമായ വിഷമതകളെക്കുറിച്ച് തുറന്നു പറഞ്ഞു. തന്റെ അച്ഛന് ഒരു അപകടം സംഭവിച്ചെന്നും അതിനുശേഷം അദ്ദേഹം മദ്യപാനത്തിന് അടിമയായിരിക്കുകയാണെന്നും ജെറമി പറഞ്ഞു. അവളുടെ സഹാനുഭൂതിയെ അംഗീകരിച്ച് അവളുടെ പിതാവിന്റെ ശരീരം ഒരിക്കലും കണ്ടെടുത്തിട്ടില്ലെന്നും അത് നിലനിൽക്കുന്ന നഷ്ടബോധത്തിന് കാരണമായെന്നും കാത് മനസ്സിലാക്കുന്നു. ലിഡിയുടെ ഹാലോവീൻ വിവാഹത്തിനായുള്ള പദ്ധതികളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയതോടെ സംഭാഷണം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുന്നു. ജെറമിയുടെ കാമുകിയുടെ അമ്മ ഒരു മാനസികരോഗ വിദഗ്ധയായതിനാൽ അവരുമായി ബന്ധപ്പെടാൻ കഴിയുമെന്ന് ജെറമി പ്രതീക്ഷിച്ചു. എന്നാൽ സാദ് ആ ശ്രമം പരാജയപ്പെട്ടെന്നും ആ മാനസികരോഗ വിദഗ്ധയ്ക്ക് ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ട് ചെയ്തു. ഒരുപക്ഷേ ജെറമി സൗമ്യമായി പറഞ്ഞു, പിസ്സയും വിനോദവും നിറഞ്ഞ ഒരു ദിവസം അവൾ ഒറ്റയ്ക്കാണെന്ന തോന്നൽ കുറയ്ക്കാൻ സഹായിച്ചേക്കാം. റോറി ആവേശത്തോടെ ഒരു ആഡംബര വിവാഹം ആസൂത്രണം ചെയ്യുമ്പോൾ ലിഡിയ ഒരു ചെറിയ കൂടുതൽ വ്യക്തിപരമായ ചടങ്ങ് സ്വപ്നം കാണുന്നു. എങ്കിലും അവളെ ശരിക്കും വിഷമിപ്പിക്കുന്നത് വിവാഹത്തിനുള്ള ഒരുക്കങ്ങളല്ല, മറിച്ച് അവളുടെ ഓരോ നീക്കത്തെയും പിന്തുടരുന്നതുപോലെ തോന്നുന്ന ബീറ്റിൽ ജ്യൂസിന്റെ നിരന്തരവും അസ്വസ്ഥജനകവുമായ സാന്നിധ്യമാണ്. അവസാനം സഹിക്കാനാവാത്ത അവസ്ഥയിലെത്തിയ ലിഡിയ നിരാശയോടെ അത്തികയിലേക്ക് പലായനം ചെയ്യുന്നു. ബീറ്റിൽ ജ്യൂസിനെ അവളെ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കണമെന്ന് അലറുന്നു. അവളുടെ പെരുമാറ്റം കൂടുതൽ വിചിത്രമായ രീതിയിലേക്ക് മാറുന്നതിൽ ഉത്കണ്ഠാകുലനായ റോറി അവളെ പിന്തുടർന്ന് മുകളിലത്തെ നിലയിലെത്തി എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കുന്നു. ലീഡിയ തളർന്നും നിരാശ്രയനുമായി ബീറ്റിൽ ജ്യൂസിനെക്കുറിച്ചുള്ള സത്യം റോറിയോട് വെളിപ്പെടുത്താൻ തീരുമാനിക്കുന്നു. അവൻ വെറുമൊരു ഓർമ്മയില്ലെന്നും മറിച്ച് ഇപ്പോഴത്തെ അപകടമാണെന്നും സമ്മതിക്കുന്നു. ഒരുപാട് കാലം മൂടിവെച്ച ഭൂതകാലം അവളെ വേട്ടയാടുന്നു. ലിഡിയ തന്റെ കൗമാരത്തിലെ ഭയങ്ങളെല്ലാം ഇപ്പോഴും അവളെ അലട്ടുന്നുണ്ടെന്നും റോറിയോട് അവൾ വളരെ ജാഗ്രതയോടെ എല്ലാം തുറന്നു പറയുന്നു. മുമ്പത്തെ സിനിമയിലെ സംഭവങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ച് ഒരു ദുഷ്ടപിശാച് തന്റെ കുടുംബത്തെ പീഡിപ്പിക്കുകയും സ്വയം പുനരുത്ഥാനം ചെയ്യാൻ അവളെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു എന്ന് അവൾ പറയുന്നു. ഇപ്പോൾ ആ ദുരിതത്തിൽ നിന്ന് മോചിതയായെങ്കിലും ആ രാക്ഷസന്റെ തിരിച്ചുവരവിലുള്ള പീഡനം അവളെ വേട്ടയാടുന്നതായി അവൾക്ക് തോന്നുന്നു. വിറയാർന്ന സ്വരത്തിൽ അവൾ റോറിയെ ഓർമ്മിപ്പിക്കുന്നു, അവന്റെ പേര് 3 പ്രാവശ്യം ഉച്ചരിച്ചാൽ ബീറ്റിൽ ജ്യൂസിനെ വീണ്ടും വിളിച്ചുവരുത്തുമെന്ന്.
അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തോടെ അവൻ വിലക്കപ്പെട്ട മന്ത്രം ഉരുവിടുന്നു, ബീറ്റിൽ ജ്യൂസ്, ബീറ്റിൽ ജ്യൂസ്, ബീറ്റിൽ ജ്യൂസ്. ക്ഷണനേരം കൊണ്ട് അവർ ബീറ്റിൽ ജ്യൂസിന്റെ വിചിത്രമായ ഓഫീസിനുള്ളിൽ പ്രത്യക്ഷരായി. അവരുടെ അത്ഭുതത്തിന് ആക്കം കൂട്ടി ബീറ്റിൽ ജ്യൂസ് തന്റെ സന്തതിയെ അവതരിപ്പിക്കുന്നു. സ്വയം പോലുമില്ലാത്ത ഒരു വിചിത്ര ജീവി, ഇത് സ്വപ്നതുല്യമായ അന്തരീക്ഷത്തെ കൂടുതൽ തീവ്രമാക്കുന്നു. ബീറ്റിൽ ജ്യൂസ് ഒരു പ്രണയഗാനം മൂളുന്നു, ലിഡിയെ തന്റെ ചെറിയ ലോകത്തിൽ നിന്ന് ആകർഷിക്കാൻ ശ്രമിക്കുന്നു. ഭയന്നു വിറച്ച് ലിഡിയെ വീട് എന്ന് 3 പ്രാവശ്യം ആവർത്തിക്കുന്നു. അതേസമയം റോറി തളർന്നു വീഴുന്നു. ഇത് അവരെ ബീറ്റിൽ ജ്യൂസിന്റെ ഓഫീസിൽ നിന്ന് വിന്റർ റിവർ മോഡലിലേക്ക് തൽക്ഷണം മാറ്റുന്നു. റെയാറി അടുത്ത കാലത്തുണ്ടായ സംഭവവികാസങ്ങളിൽ പരിഭ്രാന്തനായി അവയെ ഒരു സ്വപ്നമോ അല്ലെങ്കിൽ കൂട്ടായ മിഥ്യാബോധമോ ആയി തള്ളി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു. ലിഡിയ സംഭവങ്ങളിൽ അതീവ ദുഃഖിതയായി തുടർന്നിട്ടും അവർ യാത്രയായി. പെരിച്ചിരണ്ടോളം കോപാകുലിയുമായ ലിഡിയ ബീറ്റിൽ ജ്യൂസിലേക്കുള്ള ഒരു ചാലകമായി ആ മിനിയേച്ചർ പട്ടണം വർത്തിക്കുന്നതിനാൽ ഉടൻ തന്നെ വീട് ഒഴിപ്പിക്കണമെന്നും അത് നശിപ്പിക്കണമെന്നും വളർത്തമ്മയായ ഡിലിയെയും ആഫ്റ്റർ ലൈഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റിനെയും അറിയിക്കുന്നു. എങ്കിലും ജെറമിയുമായി പദ്ധതികളുണ്ടായിട്ടും കാറ് അവളോട് അവിടെ തന്നെ നിൽക്കാൻ അപേക്ഷിക്കുന്നു. കുറച്ചുകൂടി നേരം അവിടെ തന്നെ നിൽക്കാൻ അവരെ നിർബന്ധിച്ചു. ഓട്ടിസം അവബോധ ദിനം അടുത്തുവരുന്തോറും അവളും ജെറമിയും അവരുടെ വേഷവിധാനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. കാരണം ഹാലോവീനിൽ ഒരുമിച്ച് ട്രിക്ക് ഓർ ട്രീറ്റിംഗിന് പോകാൻ അവർ പദ്ധതിയിട്ടിരുന്നു. ജെറമി വിഷാദത്തോടെ താൻ അവളോടൊപ്പം വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് കുമ്പസാരിക്കുന്നു. അവരുടെ തീവ്രമായ ചുംബനം പെട്ടെന്ന് ഒരു അമാനുഷിക സംഭവമായി മാറുകയും അവർ ഉയർന്നു പൊങ്ങുകയും ചെയ്യുന്നു. ഞെട്ടിവിറച്ച് കാല് പിന്നോട്ട് വലിയുന്നു. ജെറമിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ചോദിക്കുന്നു. അവനൊരു സാധാരണക്കാരനല്ലെന്ന് ഇപ്പോൾ അവൻ തിരിച്ചറിയുന്നു. അദ്ദേഹത്തിന്റെ നിരാശയ്ക്ക് തന്റെ പ്രേതരൂപം അദ്ദേഹം സമ്മതിക്കുന്നു. ജെറമി തന്റെ അച്ഛന്റെ ബിയറുകൾ മോഷ്ടിക്കുമ്പോൾ ഒരു മരത്തിൽ നിന്നുള്ള വീഴ്ചയിൽ ദാരുണമായി തൽക്ഷണം മരിച്ചുപോയ ഒരു പഴയ സംഭവം ഓർത്തെടുക്കുന്നു. അതിനുശേഷം അദ്ദേഹം വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടി. അദ്ദേഹത്തിന്റെ സഞ്ചാരം ആ മരത്തിന്റെ പരിസരത്ത് മാത്രം ഒതുങ്ങി. പക്ഷേ കാരിയെ കണ്ടുമുട്ടിയപ്പോൾ എല്ലാം മാറിമറിഞ്ഞു. അവൾ ഒടുവിൽ അവനെ കണ്ടു, മുമ്പ് അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പ്രതിഭാസം. തന്റെ യഥാർത്ഥ ഇഷ്ടവും ഒരുമിച്ചുള്ള ജീവിതത്തിനായുള്ള ആഗ്രഹവും അവൻ തുറന്നു പറയുന്നുണ്ടെങ്കിലും ആഴത്തിലുള്ള ആന്തരിക സംഘർഷം അവരുടെ വിവാഹം നടക്കില്ലെന്ന് പ്രഖ്യാപിക്കാൻ അവനെ നിർബന്ധിതനാക്കുന്നു. അവന്റെ മരണം, അവൾ ജീവിച്ചിരിക്കുന്നത് എന്നിവ തരണം ചെയ്യാൻ കഴിയാത്ത തടസ്സങ്ങളാണെന്ന് അവൻ പറയുന്നു. അചഞ്ചലമായ ദൃഢനിശ്ചയത്തോടെ അവർക്ക് ഒരുമിച്ചുണ്ടാകാൻ ഒരു വഴിയുണ്ടെന്ന് ജെറമി രഹസ്യമായി പറഞ്ഞു. എന്നിരുന്നാലും അമ്മയെ അറിയിക്കുന്നതിനെതിരെ അവൻ അവൾക്ക് മുന്നറിയിപ്പ് നൽകി. അവളുടെ സഹായത്തിന് പ്രതിഫലമായി ജെറമി ഏസ്തിക്ക് അവളുടെ അച്ഛനുമായുള്ള അവസാന കൂടിക്കാഴ്ച ഉറപ്പ് നൽകുന്നു. അതൊരു അവസാന യാത്രയപ്പിനായിരിക്കും. ഒരു കൂസലുമില്ലാത്ത മട്ടിൽ കാണിക്കാൻ ആകാംക്ഷയോടെ ശ്രമിച്ചുകൊണ്ട് ലിഡിയ തന്റെ സുഹൃത്തിനോട് ആസ്ട്രദിനെ ജെഫേഴ്സൺ സ്ട്രീറ്റിൽ ഇറക്കിയെന്ന് സൂചിപ്പിച്ചു. അവളുടെ മനസ്സിലെ സുരക്ഷാ ആശങ്കകൾ അവൾ പുറത്ത് കാണിച്ചില്ല. അവളുടെ കൂട്ടുകാരി ഉടൻ തന്നെ ഉത്കണ്ഠയോടെ പ്രതികരിച്ചു. ആ പ്രത്യേക തെരുവ് എപ്പോഴും അസ്വസ്ഥത നൽകുന്നതായി തോന്നിയിട്ടുണ്ടെന്നും പ്രത്യേകിച്ചും 125 നമ്പർ വീട്, അവിടെ ലിഡിയ താര ഉപേക്ഷിച്ചുപോയ കുപ്രസിദ്ധമായ കൊലപാതക വീട് ഇപ്പോഴും വിൽക്കാതെ കിടക്കുകയാണെന്നും അവൾ സൂചിപ്പിച്ചു. 23 വർഷം മുമ്പ് ജെറമി ഒരു ഭീകരനായിരുന്നുവെന്ന് സുഹൃത്ത് വെളിപ്പെടുത്തുന്നു. ജെറമി അവന്റെ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ ശേഷം അറസ്റ്റ് ഒഴിവാക്കാൻ അവൻ മരത്തിലുള്ള വീട്ടിലേക്ക് പലായനം ചെയ്തു. രക്ഷപ്പെടാനുള്ള തീവ്രമായ ശ്രമത്തിനിടെ അയാൾക്ക് മാരകമായ വീഴ്ച സംഭവിച്ചു. വീഴ്ചയിൽ കഴുത്ത് ഒടിഞ്ഞ് തൽക്ഷണം മരിച്ചു. പരിഭ്രാന്തി മൂലം ലിഡിയ ആസ്തിദിനെ രക്ഷിക്കാൻ തീവ്രമായി ശ്രമിച്ചുകൊണ്ട് ജെറമിയുടെ വീടിന് നേരെ ഓടുന്നു. അസ്തി ജെറമി അവൾക്ക് നൽകിയ ഒരു മന്ത്രം ഉരുവിടുന്നു. അവർ ഇരുവരും മരിച്ചവരുടെ ലോകത്തേക്ക് കടക്കുന്നു. ജെറമി അറിയാതെ തന്നെ അവൻ സോയിയെ ദുരൂഹതയും മുൻകൂട്ടി കാണാനാവാത്ത അനന്തരഫലങ്ങളും നിറഞ്ഞ ഒരു വാതിലിലേക്ക് നയിക്കുന്നു. ലിഡിയയ്ക്ക് അവരെ തടയാൻ കഴിഞ്ഞില്ല. വാതിൽ കൊട്ടിയിറഞ്ഞ് ചാൾസിന്റെ മരണത്തെ തുടർന്നുള്ള അഗാധമായ ദുഃഖവുമായി ഡിലിയ വിഷമിക്കുന്നു. ലിഡിയുടെ രണ്ടാനമ്മയാണവർ. ദുഃഖത്തിൽ നിന്ന് മോചനം നേടാനായി അവർ ഒരു കലാപ്രദർശനം നടത്താനുള്ള ശ്രമത്തിലാണ്. അപകടമില്ലാത്തവയാണെന്ന വ്യാജേന വാങ്ങി ഉപയോഗിച്ച പാമ്പുകൾ അപകടകാരികളായിരുന്നു എന്നത് ദാരുണമായി. അടുത്ത സംഭവവികാസങ്ങളിൽ നിന്ന് ആടിയുലഞ്ഞ ആസ്ട്രിഡിന് ബീറ്റിൽ ജ്യൂസിന്റെ സഹായം തേടുക മാത്രമാണ് ഏക പോംവഴിയെന്ന് മനസ്സിലാക്കുന്നു. അവൾ ജെറമിയുടെ പുസ്തകവും എടുത്ത് അതിലെ ഉത്തരങ്ങൾ തേടുന്നു. ബീറ്റിൽ ജ്യൂസ് ജെറമിയുടെ വഞ്ചന വെളിപ്പെടുത്തുന്നു. ആസ്ട്രിഡിന്റെ ജീവൻ തനിക്കുവേണ്ടി കൈമാറാൻ ജെറമി അവളെ സ്വാധീനിച്ചു എന്നും അതുവഴി അവളെ മരണാനന്തര ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവില്ലാത്ത യാത്രയിലേക്ക് തള്ളിവിട്ടു എന്നും കണ്ടെത്തുന്നു. മകളെ രക്ഷിക്കാനുള്ള തീവ്രമായ ശ്രമത്തിൽ ബീറ്റിൽ ജ്യൂസിന്റെ ഇരുണ്ട നിർദ്ദേശത്തിന് ലിഡിയ മനസ്സില്ലാമനസ്സോടെ സമ്മതിക്കുന്നു. വിവാഹം അവന്റെ മുൻ ഭാര്യ ഡോളർസിന്റെ നിരന്തരമായ പിന്തുടർച്ചയെ തടയാനുള്ള ഒരേയൊരു മാർഗം. ഗരാറിന്റെ സൂചനകളിൽ വെറുപ്പുണ്ടെങ്കിലും ലിഡിയെ സമ്മതിക്കുന്നു. കായതയെ രക്ഷിക്കാൻ അവൾ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നു. തുടർന്ന് ബീറ്റിൽ ജ്യൂസ് നെതർവേൾഡിലേക്ക് ഒരു പോർട്ടൽ ഉണ്ടാക്കുകയും ലിഡിയെ തട്ടിക്കൊണ്ടുപോകുകയും ചെയ്യുന്നു. എന്നാൽ ധൃതിയിൽ വാതിൽ അടയ്ക്കാൻ അവർ മറന്നു. ഇത് അപ്പുറത്തുള്ള നഷ്ടപ്പെട്ട ആത്മാക്കൾക്ക് പ്രേതഭവനത്തിലേക്ക് നുഴഞ്ഞുകയറാനും പൂർണ്ണമായ ഭ്രാന്തമായ അവസ്ഥ അഴിച്ചുവിടാനും ഇടയാക്കി. അതേസമയം മരിച്ചവരുടെ ലോകത്ത് വുൾഫ് ജാക്സൺ ഒരു വലിയ ലംഘനത്തെക്കുറിച്ച് അറിയുന്നു. ഒരു ജീവനുള്ള വ്യക്തിയുടെ അനുമതിയില്ലാത്ത നരകത്തിലേക്കുള്ള പ്രവേശനം സൂചിപ്പിക്കുന്ന കോഡ് 699. ബീറ്റിൽ ജ്യൂസിനെയും ലിഡിയെയും കണ്ടെത്താനായി അവൻ തന്റെ ഏജന്റുമാരെ ഒട്ടും വൈകാതെ അയക്കുന്നു. ഡിലിയ മരിച്ചതിനുശേഷം പരലോകത്തിലെ പാസ്പോർട്ട് ഏരിയയിൽ പ്രത്യക്ഷപ്പെടുന്നു. അതേസമയം ആസ്ട്രിഡിന് ഒരു പ്രത്യേക അനുഭവം ഉണ്ടാകാൻ തുടങ്ങുന്നു. ജെറമി താൻ അവളെ കബളിപ്പിച്ചതായി സമ്മതിച്ചു. അവൾ ചെയ്ത മന്ത്രം അവളുടെ ജീവൻ അവനുമായി കൈമാറ്റം ചെയ്തു. തുടർന്ന് മരണാനന്തര ജീവിതത്തിലെ ഏജന്റുമാർ ആസ്ട്രിഡിനെ കൈമാറ്റ പ്രോസസ്സിംഗിനായി അനുഗമിക്കുന്നു. അതേസമയം ജെറമി തന്റെ ആത്മാവിന് ഔദ്യോഗികമായി സ്റ്റാമ്പ് ചെയ്യുന്നതിനായി വിൻഡോ 11ലേക്ക് പോകുന്നു. ഇത് ജീവൻ മാറ്റുന്നതിനുള്ള ഒരു പ്രധാന പടിയാണ്. ഇതിനിടയിലെല്ലാം ആസ്ട്രിഡ് അവളുടെ അച്ഛൻ റിച്ചാർഡിനെ നിഴലുകളിൽ ഒളിച്ചിരിക്കുന്നത് കാണുന്നു.
അതേസമയം ബീറ്റിൽജ്യൂസും ലിഡിയും ഡിപ്പോയിലെത്തുന്നു. മരണസമയത്ത് പരലോകത്തേക്കുള്ള മാറ്റം സംഭവിക്കുന്നു. അവർ എമർജൻസി എക്സിറ്റിലേക്ക് കുതിച്ചു. അപ്രതീക്ഷിതമായി ഒരു വിചിത്രമായ മരുഭൂമിയിൽ എത്തിച്ചേർന്നു. അവിടെ ശനിഗ്രഹം വിദൂരതയിൽ കാണപ്പെട്ടു. രക്ഷപ്പെടാനായി അവർ തീവ്രമായി ശ്രമിച്ചു. പെട്ടെന്ന് ഒരു വിചിത്ര ജീവി അവരെ പിന്തുടരാൻ തുടങ്ങുന്നു. എന്നാൽ ആ നിമിഷം ആസ്ട്രിഡിന്റെ അച്ഛൻ റിച്ചാർഡ് അവിടെയെത്തുന്നു. അദ്ദേഹം അവരെ ഉറപ്പുവരുത്തുന്നത് തന്റെ അദൃശ്യത ഉണ്ടായിരുന്നിട്ടും താൻ എപ്പോഴും അവരെ നിരീക്ഷിച്ചിരുന്നു എന്നും മറ്റൊരു സ്ഥലത്ത് ആസ്ട്രിഡിന്റെ ജീവൻ പുനഃസ്ഥാപിക്കുന്നതിൽ അവർ മുൻകൂട്ടി വിജയിക്കുകയാണെങ്കിൽ അവരുടെ രക്ഷപ്പെടൽ താൻ എളുപ്പമാക്കാമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ചെന്നായ ജാക്സൺ പ്രേതബാധയുള്ള വീട്ടിലെ വിള്ളൽ പ്രേത ഗേറ്റ് കീപ്പർമാർ കണ്ടെത്തി സുരക്ഷിതമാക്കിയെന്ന് മനസ്സിലാക്കി. ഇങ്ങനെയൊക്കെയാണെങ്കിലും ബീറ്റിൽജ്യൂസും ലിഡിയും ഇപ്പോഴും ഒളിവിലാണ്. എന്നാൽ ബീറ്റിൽജ്യൂസിന്റെ ഏറ്റവും വിശ്വസ്തനായ അനുയായിയായ ബോബിനെ ചോദ്യം ചെയ്യാനായി പിടികൂടിയിട്ടുണ്ട്. മരണാനന്തര ജീവിതത്തിൽ കുടുങ്ങിപ്പോയ ഡീലിയ ബീറ്റിൽജ്യൂസിന്റെ സഹായം തേടുന്നു. ലിഡിയെ രക്ഷിക്കാനായി അവളുടെ മകൾ പറന്നുപോയത് കണക്കിലെടുത്ത് ലിഡിയുമായുള്ള അവന്റെ വിവാഹം പൂർത്തിയാക്കാൻ അവൾ അവനെ സഹായിക്കുകയാണെങ്കിൽ മാത്രം അവൻ സമ്മതിക്കുന്നു. ലിഡിയും ആസ്ട്രിഡും റിച്ചാർഡും ഒടുവിൽ എത്തിച്ചേർന്നു. ലൈഫ് എക്സ്ചേഞ്ച് പഴയപടിയാക്കാൻ വൈകിയെന്ന് തോന്നുന്നു. എന്നാൽ എക്കാലത്തെയും തന്ത്രശാലിയായ ബീറ്റിൽജ്യൂസ് കാത്തിരിക്കുന്നു. ഒരു ദയുമില്ലാതെ അവൻ ജെറമിയെ നരകത്തിലേക്ക് തള്ളുന്നു. അതുവഴി ജെറമിയും ലിഡിയും തമ്മിലുള്ള യഥാർത്ഥ ഉടമ്പടി സാധുവാണെന്ന് ഉറപ്പാക്കുന്നു. ഡെലിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർ ഹൃദയഭേദകമായ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു. ലിഡിയുടെ രണ്ടാനമ്മ പാമ്പിൻ വിഷം കാരണം മരിച്ചുപോയിരുന്നു. ലിഡിയും ആസ്ട്രിഡും മരണത്തെ തോൽപ്പിച്ച് വിവാഹം തടയാൻ കൃത്യസമയത്ത് എത്തി. ബീറ്റിൽജ്യൂസ് തന്റെ തന്ത്രപരമായ പദ്ധതിയിൽ അവളുടെ പ്രേതരൂപത്തെ ചൂഷണം ചെയ്യുന്നു. ബീറ്റിൽജ്യൂസ് ലിഡിയെ ഒപ്പിട്ട കരാറിനെക്കുറിച്ച് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. റോറിയുടെയും സാക്ഷികളായി അവൻ കൂട്ടിച്ചേർത്ത ഇൻഫ്ലുവൻസർമാരുടെയും മുന്നിൽ അവൾ താനുമായി വിവാഹിതയാകാനുള്ള പ്രതിജ്ഞ പാലിക്കാൻ ഇത് അവളെ നിർബന്ധിതയാക്കുന്നു. ബീറ്റിൽജ്യൂസ് റോറിയുടെ ശരീരത്തിൽ സത്യം പറയിക്കുന്ന സിറം കുത്തിവച്ച ശേഷം ലിഡിയെ വിവാഹം കഴിക്കാനുള്ള ഏക കാരണം അവളുടെ സമ്പത്തായിരുന്നെന്ന് റോറി എല്ലാവരോടും സമ്മതിക്കുന്നു. കൂടാതെ തന്റെ മുൻ പ്രതിശ്രുതവധു മരിച്ചില്ലെന്നും മറിച്ച് മറ്റ് സ്ത്രീകളെ ചൂഷണം ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ ഒരു പിൻവാങ്ങൽ യാത്ര ആരംഭിച്ചുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. ഗലിപൂണ്ട ലിഡിയെ ബീറ്റിൽജ്യൂസ് നൽകിയ ബോക്സിംഗ് ഗ്ലൗസ് ഉപയോഗിച്ച് റോറിയെ അടിക്കുന്നു. അത് അവന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തുന്നു. ഒരു മിന്നൽ വേഗത്തിലുള്ള നീക്കത്തിൽ ബീറ്റിൽജ്യൂസ് ഇൻഫ്ലുവൻസർ അതിഥികളെ അവരുടെ ഫോണുകളിലേക്ക് വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് തുരത്തി. അദ്ദേഹം പുരോഹിതനെ ഭീഷണിപ്പെടുത്തി ലിഡിയുമായുള്ള തന്റെ സ്വപ്നതുല്യമായ വിവാഹം നടത്തിക്കുന്നു. മൊത്താർത്തർ പാർക്കിന്റെ തന്റേതായ ശൈലിയിലുള്ള ഭീകരമായ ആലാപനം അതിന് മാറ്റുകൂട്ടുന്നു. ചെന്നായ ജാക്സൺ നാടകീയമായ ശൈലിയിൽ എത്തിയതോടെ പ്രേതബാധയുള്ള വീട് വ്യക്തമായ പിരിമുറുക്കത്താൽ നിറഞ്ഞു. തന്റെ പ്രേതകവചത്തിൽ ഉയർന്നു നിൽക്കുന്നതും തേജസ്സുള്ളവനുമായ വുൾഫ് തന്റെ ശക്തമായ പ്രേത സൈനികരുടെ സൈന്യത്തെ നയിക്കുന്നു. പരലോക ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ചീത്തലേ, അത് നീയാണോ? ചെന്നായ അലറുന്നു. അവന്റെ ശബ്ദം ഇടിമുഴക്കം പോലെ പ്രതിധ്വനിക്കുന്നു. അതുവരെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മട്ടിലായിരുന്ന ബീറ്റിൽജ്യൂസ് സാവധാനം തിരിഞ്ഞു. അവന്റെ മുഖത്ത് ഒരു ദുഷ്ടച്ചിരി പടർന്നു. നിങ്ങൾ വളരെ വൈകിയാണല്ലോ വരുന്നത്, അല്ലേ? ബീറ്റിൽജ്യൂസ് കൈത്തണ്ട ഒന്നു കുടഞ്ഞതും നിഴലുകൾ നിറഞ്ഞ ഒരു ശക്തി പുറത്തുവിട്ടു. അവരുടെ ഉറച്ച ഇരിപ്പ് അവരെ അനങ്ങാത്ത പ്രതിമകളെപ്പോലെ തോന്നിപ്പിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ ഒളിപ്പിച്ചുവച്ചിരിക്കുന്ന തന്ത്രങ്ങൾ വേറെയുമുണ്ടോ, കൂട്ടുകാര? ഒരു വിഷമിച്ച മുഖത്തോടെ വുൾഫ് മന്ത്രവാദത്തിനെതിരെ പോരാടുന്നു. ഒടുവിൽ കീഴടങ്ങുന്നതിനു മുമ്പ് അവന്റെ കണ്ണുകൾ ഉറഞ്ഞുപോയ രോഷാകുലമായ തീവ്രത നിലനിർത്തുന്നു. ബീറ്റിൽജ്യൂസ് ചിരിക്കുന്നു. മരവിച്ച പട്ടാളക്കാരുടെ ചുറ്റും കറങ്ങിക്കൊണ്ട് അവരെ പരിഹസിക്കുന്നു. എന്നിരുന്നാലും അവന്റെ വിജയനിമിഷം മുറിയുടെ താപനില പെട്ടെന്ന് താഴുന്നതോടെ ഇല്ലാതാകുന്നു. പരിചിതമായ ഒരാൾ നിഴലുകളിൽ നിന്ന് ഉദയം ചെയ്യുന്നു. ബീറ്റിൽജ്യൂസിന് അവനെ നന്നായി അറിയാം. അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയായ ഡോളർസിന് ഒരു മാരകമായ ചാരുതയുണ്ടായിരുന്നു. ബീറ്റിൽജ്യൂസ്, അവൾ പറയുന്നു, അവളുടെ ശബ്ദം മൂർച്ചയുള്ള ഒരു കഠാര പോലെ. അവൾ മാരകമായ ശാന്തതയോടെ മുന്നോട്ട് നീങ്ങുമ്പോൾ നിങ്ങൾ ഇനി എന്നോടൊപ്പം സ്ഥിരമായി ഉണ്ടാകണം. ഈ കളി വളരെയധികം സമയം നീണ്ടുപോയിരിക്കുന്നു. ബീറ്റിൽജ്യൂസിന്റെ ചിരി ചെറുതായി ഒന്ന് ഇടർന്നു. അവൾ ഓരോ ചുവടുവയ്ക്കുമ്പോഴും നിഴലുകൾ കമാവുകയും വള്ളികൾ പോലെ അവളെ ചുറ്റിപ്പിടിക്കുകയും ചെയ്തു. പാതാളം അവളെ അതിന്റെ ആലിംഗനത്തിലേക്ക് വലിച്ചെടുപ്പിക്കുന്നതുപോലെ. നിസ്സഹായത മൂലം തളർന്ന ബീറ്റിൽജ്യൂസ് പിൻവാങ്ങാൻ തുടങ്ങി. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ ഭ്രാന്തമായി രക്ഷപ്പെടാനുള്ള വഴികൾ തേടി. മന്ദിരത്തിന്റെ മറ്റൊരു ഭാഗത്ത് തോച്ചിയും തിലിയും ഭയാനകമായ പരിഭ്രാന്തിയിൽ സ്പെൽബുക്കിലൂടെ പരക്കം പാഞ്ഞു. വിരളിപ്പൂണ്ട് അവർക്കാവശ്യമുള്ള മന്ത്രം കണ്ടെത്തുന്നതുവരെ അവർ പുസ്തകത്തിലെ താളുകൾ മറിച്ചുനോക്കി. ദിലിയുടെ കൈകൾ വിറച്ചു. പേരക്കുട്ടിയെ രക്ഷിക്കാനുള്ള അചഞ്ചലമായ ദൃഢനിശ്ചയം അതിന് ഊർജ്ജം നൽകി. ഓട്ടിസം ബാധിച്ച വ്യക്തി ഉറക്കെ വാക്കുകൾ ഉരുവിട്ടപ്പോൾ മുറിയുടെ അന്തരീക്ഷത്തിൽ ഒരു പ്രകടമായ മാറ്റം സംഭവിച്ചു. മുമ്പ് ഗാഗയെയും അവളുടെ അമ്മയെയും ഭീഷണിപ്പെടുത്തിയ അതേ ഭീമാകാര രൂപം ഡൈമൻഷണൽ മരുഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഒരു ഭയങ്കരമായ അലർച്ചയോടെ മൃഗം ഡോളർസിനെയും റോറിയെയും ആക്രമിച്ചു. അതിന്റെ താടിയെല്ലുകൾ അവരെ ഞെക്കി അമർത്തി മരണാനന്തര ജീവിതത്തിലേക്ക് വലിച്ചിഴച്ചു. ഡോളർസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് പഴയ വികൃതി സ്വഭാവത്തിലേക്ക് മാറിയ ബീറ്റിൽജ്യൂസ് അവളെ സ്വന്തമാക്കാനുള്ള ആഗ്രഹത്തോടെ വീണ്ടും ലിഡിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അവൻ അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. അയാളുടെ ഗൂഢപദ്ധതികൾക്ക് അവസാന രൂപം നൽകി വരികയാണ്. എന്നാൽ ആസ്ട്രിഡ് അയാളെ തടയാൻ ഉറച്ചു മുന്നോട്ട് വരുന്നതിലൂടെ അയാളുടെ ശ്രമങ്ങളെല്ലാം വിഫലമാക്കുന്നു. അവളുടെ ഗൗരവമേറിയ നോട്ടം അവൻ ചെയ്ത തെറ്റിന്റെ ഗൗരവം വ്യക്തമാക്കി. കോഡ് 699 ജീവിച്ചിരിക്കുന്നവർക്ക് മരണാനന്തര ജീവിതത്തിലേക്ക് അനുമതിയില്ലാത്ത കടന്നുകയറ്റം കർശനമായി വിലക്കുന്നു. അദ്ദേഹം ആ വ്യവസ്ഥ ലംഘിച്ചാൽ ലിഡിയുമായി ഒപ്പിട്ട ഏതൊരു കരാറും അസാധുവാകും.
ആശ്വാസത്തിന്റെ ഒരു തിരയോടെ ലിഡിയ ഒടുവിൽ സാഹചര്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. ബീറ്റിൽജ്യൂസ് നിശബ്ദനായിപ്പോയി. സത്യം പറഞ്ഞാൽ ബീറ്റിൽജ്യൂസ് 6 നൂറ്റാണ്ടുകൾ എന്റെ കഴിവുള്ള ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കാൻ വളരെ കൂടുതലാണ്, അവൾ ദൃഢവും സ്ഥിരവുമായ സ്വരത്തിൽ പറഞ്ഞു. നിങ്ങൾ യാത്രയാകാനുള്ള സമയം ആയിരിക്കുന്നു. ഗൗരവമായ ഭാവത്തോടെ അവൾ ഭയങ്കരമായ വാക്കുകൾ ഉരുവിട്ടു. ബീറ്റിൽജ്യൂസ്, ബീറ്റിൽജ്യൂസ്, ബീറ്റിൽജ്യൂസ്. അനിയന്ത്രിതമായ ശക്തിയുടെ കുതിച്ചുചാട്ടത്തോടെ ബീറ്റിൽജ്യൂസ് അലിഞ്ഞുപോകാൻ തുടങ്ങുന്നു. അവന്റെ രൂപം വളഞ്ഞു ഒടിഞ്ഞ് ഒരു ഗംഭീരമായ പൊട്ടിത്തെറിയിൽ തകരുന്നു. ആഴത്തിലുള്ള തണുപ്പ് കുറയുമ്പോൾ ചെന്നായ ജാക്സൺ ഒടുവിൽ സ്വതന്ത്രനായി വേഗത്തിൽ ഉയർന്ന് ശേഷിക്കുന്ന തണുപ്പിനെ കുടഞ്ഞെറിയുന്നു. ലിഡിയും ആസ്ട്രിഡും പരസ്പരം അറിവുള്ള ഒരു നോട്ടം കൈമാറി തങ്ങളെ ഇത്രയും കാലം വേട്ടയാടിയിരുന്ന ഭീഷണിയിൽ നിന്ന് ഒടുവിൽ മോചിതരായെന്ന് അവർ മനസ്സിലാക്കി. അവസാനം പൊടിപടലങ്ങൾ മാത്രം വായുവിൽ തങ്ങിനിന്നു. അധികാരം ഇപ്പോഴും പൂർണ്ണമായി നിലനിർത്തിക്കൊണ്ട് അവൻ ദിലിയെ സമീപിച്ചു. ബീറ്റിൽജ്യൂസ് പോയ സ്ഥിതിക്ക് ഡൽഹിയുടെ പരലോകത്തിലെ സ്ഥിരതാമസം അയാൾ ഉറപ്പിക്കുന്നു. വിഷമില്ലാത്ത പാമ്പുകളിൽ നിന്നുള്ള അവളുടെ മരണം മാറ്റാനാവാത്തതാണ്. ക്ഷണികമായ ഒരു തിരിച്ചുവരവ് ഉണ്ടായിരുന്നില്ല. ശാന്തമായൊരു കൈവീശിലയാടെയും തെളിഞ്ഞ ചിരിയാടെയും വുൾഫ് ജാക്സൺ ദിലിയെ വിട്ടുപിരിയുന്നു. മരണാനന്തര ജീവിതത്തിലേക്ക് കടക്കുന്നു. അവളുടെ അവസാന നിമിഷങ്ങൾ ലിഡിയോടും കാതയോടും വിടപറഞ്ഞുകൊണ്ട് ചെലവഴിച്ചു. ലീഡിയും ആസ്ട്രിഡും ഈ നിഗമനത്തിലേക്ക് സ്വയം ഒതുങ്ങിക്കൂടുന്നു. ഡെലിയ ഇപ്പോൾ എവിടെയായിരിക്കണമോ അവിടെയാണെന്ന് അവർ മനസ്സിലാക്കുന്നു. ഇതൊരു ദുഃഖകരമായ യാത്രയല്ല, അവളുടെ ജീവിതകാലം മുഴുവൻ സ്നേഹിച്ച പ്രിയപ്പെട്ട ഒരാളുമായുള്ള ഒത്തുചേരലാണ്. ലിഡിയ സിനിമയുടെ അവസാന രംഗത്തിൽ അവളുടെ മാനസിക ടെലിവിഷൻ പരിപാടിയിലേക്ക് മടങ്ങിയെത്തുന്നു. ഇത് സിനിമയുടെ തുടക്കത്തെ അനുസ്മരിപ്പിക്കുന്നു. തുടർന്ന് ഞങ്ങൾ ഒരു വസ്തുവിനെ നിരീക്ഷിക്കുന്നു. എങ്കിലും പ്രകടനത്തിന്റെ മൂർധന്യത്തിൽ അവൾ പ്രേക്ഷകരെ നേരിട്ട് അഭിസംബോധന ചെയ്യുകയും സാങ്കൽപ്പിക അതിർവരമ്പുകൾ തകർക്കുകയും വ്യക്തിജീവിതത്തിനും കുടുംബത്തിനും പ്രാധാന്യം നൽകുന്നതിനായി നാടകത്തിൽ നിന്നുള്ള പിന്മാറ്റം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതീന്ദ്രിയ ശക്തികളുമായുള്ള നിരന്തര ബന്ധത്തിൽ നിന്ന് അവൾക്ക് ഒരു വിശ്രമം ആവശ്യമാണ്. തുടർന്ന് ലിഡിയ അവളുടെ കട്ടിലിൽ ഉറങ്ങുകയാണെന്ന് തോന്നുന്നു. ബോധം തിരിച്ചുവരുന്നതിന് തൊട്ടുമുമ്പുള്ള മിന്നായം പോലെയുള്ള നിമിഷത്തിൽ ഞങ്ങൾ ബീറ്റിൽജ്യൂസിനെ അവളുടെ അടുത്ത് കണ്ടു. അവൻ ദുഷ്ടച്ചിരിയോടെ ചിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞെട്ടിയുണരുമ്പോൾ അവൾ കട്ടിലിൽ തനിച്ചാണെന്ന് അവൾ കണ്ടെത്തുന്നു. സ്വപ്നത്തിന്റെ അസ്വസ്ഥജനകമായ വേഗത അത് വെറുമൊരു പേരിസ്വപ്നമാണോ അതോ ബീറ്റിൽജ്യൂസിന്റെ ഭീഷണി നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനയാണോ എന്ന് തിരിച്ചറിയാൻ പ്രയാസമുണ്ടാക്കി. അങ്ങനെ സിനിമ അവസാനിക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഈ ഹ്രസ്വവും അസ്വസ്ഥപ്പെടുത്തുന്നതുമായ രംഗം അവതരിപ്പിക്കുന്നു. ഒപ്പം ഒരു ചോദ്യം ബാക്കിയാക്കുന്നു. ബീറ്റിൽജ്യൂസ് എന്നേക്കുമായി പോയോ അതോ മറ്റൊരു തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണോ? നമ്മൾ അയാളെ തിരികെ പ്രതീക്ഷിക്കുന്നുണ്ടോ?